ഒരു കിടക്കാട കിട്ടിയാൽ മതി മക്കളെ. ഇവിടെ വന്നിരിക്കണ്ടല്ലോ എപ്പോഴും കിടക്കാട കിട്ടിയാൽ. വയോധികർക്ക് പെൻഷൻ പോലും കൊടുക്കാത്ത ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പെൻഷൻ വാങ്ങാൻ ചെല്ലുമ്പോൾ ഓരോ മുട്ടാ ന്യായങ്ങളാണ് സർക്കാർ പറയുന്നത്. ഒരു വീട് കിട്ടിയാൽ നമുക്ക് വെളിക്കിറങ്ങിയാൽ നമ്മൾ ആരും അടിക്കാനോ തന്നെ വരില്ല സഹോദരന്മാർ. അതുകൊണ്ടാണ് പറയണത് ഈ സഹോദരങ്ങൾക്ക് പാവങ്ങൾക്ക് കൊടുക്കാനുള്ള മഞ്ഞക്കാർഡല്ല, റോസ് കാർഡാണ്. റോഡിലിരിക്കുന്ന ആളിന് പോലും മഞ്ഞ കാർഡ് കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. അതായത് ഇവിടെ എല്ലാ കൊടിയിര നിറം നോക്കിയുള്ള ഒരു രീതിയാണ്. കൊടിയിര നിറമാണ് നോക്കുന്നതെന്നാണ് തോന്നുന്നത്. അപ്പൊ പോവാത്തത് കൊണ്ടാണ് കിട്ടാത്തത് എന്നാണ്. അപ്പൊ പോവാത്തത് കൊണ്ടാണ് വീട് കിട്ടാത്തത് എന്നാണ് മാഡം പറയുന്നത്. അതെ. ഇന്നലെ പോയിട്ട് ഞാൻ അവരെ കണ്ടു. മണ്ണും വീട് 10 എന്തായെന്ന് കേട്ടപ്പോൾ അവർ ഒന്നും ആയിട്ടില്ലെന്ന് പറഞ്ഞു. അനിൽകുമാർ അവൻ്റെ അടുത്ത് നിന്ന് ഞാൻ 2 ആഴ്ചക്ക് മുമ്പേ കേട്ട മക്കളെ വീട് ശരിയായ അത് ഉടനെ ആവുമ്പോൾ ഇതുവരെ ഉടനെ ആവുന്നുണ്ട്. ഇതുവരെ ശരിയായില്ല. എനിക്കും സുഖമില്ലാതെ, ഹാർട്ടിന് സുഖമില്ലാതെ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. വലിയ ജോലിയൊന്നും ചെയ്യാൻ ആകില്ല. ഞാൻ ബസ് സ്റ്റാൻഡിലാണ് കിടക്കുന്നത്. ഇപ്പൊ കുടുംബ ബന്ധങ്ങളെ വിലയേറി മനസ്സിലാക്കിയ ഒരു അമ്മയോ ഒരു അച്ഛനോ ഒരിക്കലും ഒരു മകന് അല്ലെങ്കിൽ വയ്യാത്തൊരു മകന് ഉള്ള സ്ഥലത്ത് സംരക്ഷിക്കാനേ നോക്കുള്ളൂ. അവിടെ കളഞ്ഞിട്ട് പോകാൻ ആരും നോക്കത്തില്ല. കുഴപ്പം കാണുമ്പോൾ ഉടനെ പോയി ബ്ലഡ് എടുക്കണമെന്ന് പറഞ്ഞു 1050 രൂപ. ഇവൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിലും ഇല്ല. ഞങ്ങളിഞ്ഞ് പോന്ന് ഇല്ലായിരുന്നു. എന്താ ചെയ്യും എന്ന് പറഞ്ഞല്ലാതെ എന്നും പോയി കണ്ണീര് മീത്തിട്ട് തിരിച്ച് തന്നെ പറഞ്ഞേക്കളെ. സത്യമായിട്ട് പറഞ്ഞു ഇതുവരെ കിട്ടിയില്ല. 3 സെൻറ്റാക്കി ഒറ്റയ്ക്ക് എന്നേ വായിച്ചേക്കളെ. ഒരു പൈസ ഇല്ലാതെ നമ്മൾ 3 സെൻറ്റ് എങ്ങനെ വായിക്കും? പണക്കാരടുത്ത് അത്രയും പോയി കൈനീട്ടി പറഞ്ഞ് കൈനീട്ടി ആരും നമുക്ക് തരാൻ തയ്യാറായില്ല. നമസ്കാരം. BMTV ന്യൂസിൻ്റെ സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. വ്യത്യസ്തമായ ഒരു അമ്മയെയും മകനെയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. 2 വർഷം കാലമായി പുത്തരിക്കണ്ടം മൈതാനത്തും അനുബന്ധ സ്ഥലങ്ങളിലും കിടക്കാൻ ഒരു സ്ഥലമില്ലാതെ രോഗിയായ ഈ അമ്മ അലഞ്ഞു നടക്കുകയാണ്. BMTV ന്യൂസിൻ്റെ പ്രതിനിധികൾ ഇവരെ കാണുകയും ഇവർക്ക് വേണ്ടുന്ന താൽക്കാലിക സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്തു. എന്നാൽ അതുപോരല്ലോ, സർക്കാരും മറ്റും ഇടപെട്ട് ഇവർക്കൊരു വീട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ BMTV ന്യൂസ് ആ കാഴ്ചയിലേക്ക്. ഇതാണ് ഞാൻ ആദ്യം എഴുതി കൊടുത്തല്ല പോത്തങ്കോട്. എല്ലാം വായിച്ചു നോക്കുകളെ കീറിപ്പോവും. ഞാൻ പറഞ്ഞെന്നൊക്കെ എന്നെ മാറ്റുണ്ടെന്ന് പറഞ്ഞില്ലേ. പോത്തങ്കോട് ഗ്രാമപഞ്ചായത്തിൽ വീടിന് വേണ്ടി അപേക്ഷ കൊടുത്തതാണ്. റോസ് കാർഡാണ് ഇപ്പോഴത്തത്. റോസാണ് കാർഡ് എനിക്കുള്ളത്. ആദ്യം ഇതായിരുന്നു, ഈ കളറായിരുന്നു ആദ്യത്തെ. അതും ഞാൻ അത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഭർത്താവ് കയ്യിലുണ്ട്. ഭർത്താവിൻ്റെ പേരാണതാ കണ്ട അവരാണിത്. നിലവിലെ റേഷൻ കാർഡ് ഇപ്പോൾ ഏതാണ്? ഇതാ റോസ്. റോസ്. ആശുപത്രി ചെലവിനൊക്കെ എങ്ങനെയാണ് ഇവിടുന്ന് കിട്ടുന്നത്? എങ്ങനെയാണ് എൻ്റെ വരുമാനം? എൻ്റെ കൊച്ചുങ്ങൾ പൈസ, എൻ്റെ ചെറുകളെല്ലാം വേല ചെയ്യണമെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഒരു നിവൃത്തിയില്ല. ആ തരത്തിൽ ഒരു പൈസ ഇല്ല. അങ്ങനെ ആ തരത്തിലാണ് മക്കളെ ഞാൻ കഴിയുന്നത്. എവളും പറഞ്ഞ ഒരു പാർട്ടിയെ കൊണ്ടുവന്ന് അവിടെ പോയി കിടക്കാൻ ഞാൻ പറഞ്ഞു ഞാൻ പോകണില്ല മക്കളെന്ന് പറഞ്ഞു. ഞാൻ പോകണില്ല അങ്ങനെ വന്നു. ഞാൻ കരഞ്ഞ് പറഞ്ഞു മക്കളെ ഞാൻ വരണില്ലെന്ന് പറഞ്ഞു. അന്ന് ഇന്നലെ ഞാൻ ആശുപത്രിയിൽ പോയിട്ട് 6 ദിവസം ഇന്നലെയാണ് വന്നത്. രാത്രിയാണ് പേരോട്ടി വന്ന കണ്ട കാലിലിടാനാണ് വയൽമെന്ന് പറഞ്ഞു. അല്ലാതെ വേറൊന്നും ഒരു കളവും പറയില്ല. പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ട് എത്ര നാളായി? ഇതിലെഴുതിയിട്ടുണ്ടോ? 6 വർഷം കഴിഞ്ഞ്. 6 വർഷം കഴിഞ്ഞിട്ട് ഇതുവരെ അമ്മയ്ക്കൊരു വീട് അനുവദിക്കുക, മണ്ണും വീടും പദ്ധതി ഉൾപ്പെടുത്തി ഒരു വീട് ഇതുവരെ അനുവദിച്ചിട്ടില്ല. ഇതുവരെ നമുക്ക് കിട്ടിയില്ല മണ്ണും വീടും പദ്ധതി. അവർ ഓരോ പ്രാവശ്യം ചെല്ലാൻ പറ്റുമ്പോൾ ദാ തരാം എന്ന് പറയണല്ല. ഒന്നും ഇതുവരെ അർബാധമായില്ല. ഞാൻ കരഞ്ഞ് വിളിച്ച് ചെല്ലുമ്പോൾ അവർ പറയും ഉടനെ കിട്ടും എന്ന് പറയും. എന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല മക്കളെ. പെൻഷൻ പോലും ഇന്നലെ കിട്ടിയില്ല. പെൻഷൻ പോലും അമ്മയ്ക്ക് കിട്ടിയിട്ടില്ല എന്നാണ് ഈ അമ്മ പറയുന്നത്. പെൻഷൻ എന്തുകൊണ്ട് അമ്മ കിട്ടാത്തത്? ഞാൻ മാസ്റ്റർ എഴുതി കൊടുത്തില്ല പറയണത്. എനിക്ക് അതുവരെ കിട്ടിയില്ല മക്കളെ. അതായത് സാധാരണ ജനങ്ങൾക്ക് വയോധികർക്ക് പെൻഷൻ പോലും കൊടുക്കാത്ത ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പെൻഷൻ വാങ്ങാൻ ചെല്ലുമ്പോൾ ഓരോ മുട്ടാ ന്യായങ്ങളാണ് സർക്കാർ പറയുന്നത്. ഇപ്പൊ അമ്മയ്ക്ക് എന്താണ് അമ്മയുടെ ആവശ്യം? എന്താണ്? വീട് മതി, വീട് കിട്ടിയാൽ മതി.
ഒരു കിടക്കാടം കിട്ടിയാൽ മക്കളെ ഇവിടെ വന്നിരിക്കണ്ടല്ലോ എപ്പോഴും കിടക്കാടം കിട്ടിയാൽ. നമ്മുടെ ഭരണാധികാരികളോടും ജനങ്ങളോടും അമ്മയ്ക്ക് പറയാനുള്ളത് എന്താണ്? എനിക്ക് പറയാനുള്ള എനിക്കൊരു വീട് മതി, വേറെ ഒന്നും വേണ്ട. ജീവിക്കാനുള്ള യാതൊരു മാർഗവും എനിക്കില്ല. ഒരു വീട് കിട്ടി അവിടെയെങ്കിലും കിടക്കാം. ഒരു വീട് കിട്ടി നമുക്ക് വെളിക്കിറങ്ങിയാൽ നമ്മൾ ആരും അടിക്കാനോ തന്നെ വരില്ല സഹോദരന്മാർ. അതുകൊണ്ടാണ് പറയണത്. ഈ സഹോദരൻ കണ്ട് എന്നെ കാണുന്നതുകൊണ്ടാണ് സഹോദരൻ അറിയാന്നുള്ളത്. അത്രയും പറഞ്ഞല്ലേ, നമുക്ക് അറിഞ്ഞോലും 2-3 കൊല്ലം കൊണ്ട് കാണണാണ്. കൊടുക്കാൻ കൊടുത്ത് അത് അവരത് കിട്ടൂല, നമുക്ക് കച്ചവണ്ടോന്ന് കൊടുക്കാൻ പറ്റില്ല. എൻ്റെ സാരി കൊണ്ടൊന്ന് കൊടുത്ത് അവർക്ക് 2 നമ്മൾ കൊണ്ട് കൊടുത്തു. ഇടയ്ക്ക് നമ്മളെ സഹായമായ എത്ര നാൾ കൊണ്ട് ഈ അമ്മ ഇവിടെ ഇരിക്കും? ഒരു 4-5 വർഷം കൊണ്ട് കാണാറുണ്ട്. അപ്പോൾ എന്താണ് കണ്ടിട്ട് തോന്നുന്നത്? ഒരു പാവം, അത് നിവൃത്തിയില്ല, കൈയും കാലും സുഖമില്ല, ശരീരമൊന്നും ക്ലിയർ അല്ല. പിന്നെ ഇവിടെ തുണി തന്നെ അവർ ഇവിടെ ഇരിക്കുന്നതാണ് കാണാറ്. പിന്നെ മകനുണ്ട്, കഷ്ടപ്പെട്ട് എന്തെങ്കിലും കൊണ്ടൊന്ന് കൊടുക്കാതെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തേക്കുന്ന ഒരു തുണിയാണ് അവർ അന്ന് തൊട്ടേ ഉപയോഗിച്ചത്. അല്ലെങ്കിൽ അത് തന്നെ ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനും എന്നും അമ്പലത്തിൽ വരുന്ന ഒരാളാണ്, ഗണപതി അമ്പലത്തിൽ എന്നും വരുന്ന ആളാണ്. ഞാൻ കണ്ട ദിവസങ്ങളിലെല്ലാം അമ്മ ഈ സാരി അല്ലെങ്കിൽ ഈ ഒരു ബ്ലൗസ് ഇട്ടുകൊണ്ടാണ് ഇരുന്നത്. അതല്ലേ? അതാണ് അത് തന്നെയാണ്. അത് ഈ പാവങ്ങളെ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്ന മോശമല്ലേ? ഇവർക്കൊക്കെ ഒരു വീടിൻ്റെ ആവശ്യമല്ലേ? വീടിൻ്റെ ആവശ്യമുണ്ട്. റേഷൻ കാർഡ് പാവങ്ങൾക്ക് കൊടുക്കാനുള്ള മഞ്ഞ കാർഡല്ല, റോസ് കാർഡാണ്. റോഡിലിരിക്കുന്ന ആളിന് പോലും മഞ്ഞ കാർഡ് കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. അതായത് ഇവിടെ എല്ലാ കൊടിയിര നിറം നോക്കിയുള്ള ഒരു രീതിയാണ്. കൊടിയിര നിറമാണ് നോക്കുന്നതെന്നാണ് തോന്നുന്നത്. ചുവന്ന കൊടിയിര കീഴിൽ തന്നെ മാത്രമേ നടക്കുകയുള്ളൂ. എന്തും ചുമന്ന കൊടിയിര കീഴിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നാണ് ചേട്ടൻ പറയുന്നത്. അത് തന്നെ അതാണ് നടക്കും. അല്ല, അവരെ കൂടത്ത് നടന്നാൽ മാത്രമേ അതിനുള്ള നിവൃത്തി ഉണ്ടാവുള്ളൂ. ഇപ്പം ഇന്നത്തെ കാലത്ത് 8 വർഷം കൊണ്ട് കാണാമെന്നുള്ളത് ഇത് തന്നെയാണ്. ഞാനിവിടെ ഈ കുടുംബശ്രീയുടെ കടയുടെ ആളാണ്. ഞാനിവിടെ വന്നിട്ട് 1.5 വർഷമാവുന്നു. ആ സമയം മുതലേ ഇവരിവിടെ വരും. വന്നിട്ട് അവിടെ നിന്നൊരു കസേര എടുക്കും. 1.5 വർഷം കൊണ്ട് ഈ അമ്മ ഇവിടെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഒരു കുടുംബശ്രീയുടെ ADS ചെയർപേഴ്സൺ ആയതുകൊണ്ട് ഞാൻ നഗരസഭയിൽ ഈ കാര്യം അറിയിച്ച് നമ്മുടെ CDS തന്നെ രേഖാമൂലം കൊടുത്തപ്പോൾ അവിടെ നിന്ന് ആളുകൾ വന്നിട്ട് ഇവരെ അമ്മയെ കാണുകയും നമ്മുടെ കല്ലടി മുഖത്തെ വൃദ്ധസദനത്തിലോട്ട് ഇവരെ വിളിക്കുകയും ചെയ്തു. അപ്പോൾ ഇവർക്ക് പോകാൻ തയ്യാറല്ല, അവർക്ക് ഇവിടെ തന്നെ ഇരിക്കണം. പിന്നെ മണ്ണും വീടും പദ്ധതി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇപ്പോൾ പറഞ്ഞില്ലേ പോത്തങ്കോട് പഞ്ചായത്ത്, അവിടെ ഇവർ വീടിന് അപ്ലൈ ചെയ്തിരുന്നു പറഞ്ഞു. അപ്പോൾ അതനുസരിച്ചിട്ട് അവിടെ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇവരെ കോൺടാക്ട് ചെയ്തപ്പോൾ ഇവർ സ്ഥിരമായിട്ട് ഇവിടെയൊക്കെയല്ലേ കറങ്ങുന്നത്. അപ്പോൾ ഫോൺ വിളിച്ചിട്ടും കിട്ടിയില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് 1-2 തവണ വിളിക്കും. പിന്നെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടല്ലേ പോയി അന്വേഷിക്കേണ്ടത്. ഇവർ അങ്ങോട്ട് പോകാൻ അന്വേഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് സർക്കാർ കണ്ടെത്തി. അപ്പോൾ അത് ഇവരെവിടെയാണെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് അത് നടക്കാത്തത്. ഇവരങ്ങോട്ട് പോകണം. അപ്പോൾ ഇവരവിടെ ചെന്ന് കഴിഞ്ഞാൽ വീട് കിട്ടുമെന്നാണോ? വീട് കിട്ടുമെന്നാണ് ഞാൻ അന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത്. മണ്ണും വീടും പദ്ധതിയിൽ ഇവരുടെ പേര് അതിലുണ്ട്. ഞാൻ അണ്ണനോടും പറഞ്ഞ് ഇവരുടെ മകനാണ്, ഇവർക്ക് 2 ആൺമക്കളാണ്. ഒരാൾ ഗൾഫിലാണ്, ഒരാൾ ഇവിടെ നാട്ടിലുണ്ട്. അപ്പോൾ അണ്ണനോട് ഞാൻ പറഞ്ഞു ചെന്ന് അന്വേഷിച്ചാലേ കാര്യങ്ങൾ നടക്കുകയുള്ളെന്ന്. അപ്പോൾ പോവാത്തത് കൊണ്ടാണ് കിട്ടാത്തത് എന്നാണ്. അപ്പോൾ പോവാത്തത് കൊണ്ടാണ് വീട് കിട്ടാത്തത് എന്നാണ് മാഡം പറയുന്നത്. അതെ. ഇന്നലെ പോയിട്ട് ഞാൻ അവരെ കണ്ടു. മണ്ണും വീട് പദ്ധതി എന്തായെന്ന് കേട്ടപ്പോൾ അവർ ഒന്നും ആയിട്ടില്ലെന്ന് പറഞ്ഞു. അതെന്താണ് മണ്ണും വീട് പദ്ധതിക്ക് ഇപ്പോൾ ഫണ്ട് ഇല്ലാത്തത് കൊണ്ടാണോ അതോ ഇവർ മനഃപൂർവ്വം ചെയ്യാത്തതാണോ? എന്തോ അറിയില്ല അതിനെക്കുറിച്ച്. അപ്പം എൻ്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ച ആളാണ്, പോത്തങ്കോട് പഞ്ചായത്ത് അനിൽകുമാർ. അതായത് നിങ്ങളെ കൂടെ പഠിച്ച പ്രസിഡൻ്റായിട്ട് പോലും നിങ്ങളെ അമ്മയ്ക്കൊരു വീട് മണ്ണും വീടും പദ്ധതി ഉൾപ്പെടുത്തിയൊരു വീടും പദ്ധതി ഉൾപ്പെടുത്തിയൊരു വീട് നൽകിയിട്ടില്ല എന്നാണോ? നല്ല അവർക്ക് ഉണ്ടെങ്കിൽ സാധിച്ചു തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ കൂടെ പഠിച്ചാണെങ്കിലും വേറൊരു ഇതിലല്ല ഞാൻ പറയുന്നത്. 1 മുതൽ 10ാം ക്ലാസ് വരെ ഞാൻ ഒരുമിച്ചാണ് പഠിച്ചത്. ഇപ്പോൾ പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ്. ഇപ്പം ഞാൻ ചെന്ന് കാര്യമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും വരേണ്ടത് നമുക്ക് സാധിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പം മണ്ണും വീട് പദ്ധതി എന്നുള്ളൊരു സമ്പ്രദായം ഇല്ല എന്നാണ് തോന്നുന്നത്. എല്ലാം നല്ല അതുകൊണ്ട് അതിന് ഇപ്പം പിന്നെ ഒന്നും ആയിട്ടില്ലെന്ന് പറഞ്ഞു. സെക്രട്ടറി ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ്. അപ്പോൾ ഈ പെൻഷൻ കട്ടായി ചോദിക്കാനാണ് പോയത്. അപ്പോൾ സെക്രട്ടറിയൊക്കെ കണ്ട് കാര്യം ചോദിച്ചു, എന്താണ് നമ്മളെ അവസ്ഥ, മണ്ണും വീട് പദ്ധതി ഒന്നും ആയിട്ടില്ലെന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് വാപ്പാക്ക് 9 വർഷം സുഖമില്ല കിടന്ന് അങ്ങനെയൊക്കെയാണ് അതൊക്കെ കുറേ കടങ്ങൾ കയറി കൊടുത്ത്. പിന്നെയാണ് ഇവർ ആദ്യം ബന്ധുക്കളെ വീട്ടിലൊക്കെ നിർത്തുമായിരുന്നു. പിന്നെ ഇവർക്ക് തീരെ സുഖമില്ലാതായപ്പോൾ ആരും നിർത്താതെ അടിച്ച് അവിടെ ഒട്ടിച്ച്.
അപ്പം ഞാനിങ്ങനെ എവിടെയെങ്കിലും ഇപ്പോൾ ജോലി ചെയ്ത് ഇപ്പോൾ എന്നെ വന്ന് കണ്ട പിന്നെ എന്നെ കണ്ടിട്ട് പോകില്ല, അവിടെ ഇരിക്കും, ഞാൻ ആഹാരം മാറ്റി കൊടുക്കും, അങ്ങനെ പോകണം. പിന്നെ ഒരാൾ എന്തോ ഗൾഫിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഗൾഫിൽ ജോലി ഉണ്ടെന്ന് പറയുന്നത് എന്താണ്? ഗൾഫിൽ ഇരുന്ന് അവൻ ആ പൈസ ഒന്നും അയക്കണില്ല. അവൻ്റെ അവൻ്റെ ഭാര്യ 2 മക്കളുണ്ട്. അവൻ ചുമ്മാ അവൻ പൈസ ഇഷ്ടംപോലെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു 5-6 മാസം കൊണ്ട് അവൻ അയക്കുന്നൊന്നുമില്ല. അപ്പോൾ തീർന്നു. പിന്നെ ആശുപത്രി കൊണ്ട് കൊണ്ടുപോയിട്ട് മെനിയാന്ന് 4-5 ശനിയാഴ്ച ആശുപത്രി കൊണ്ട് അവിടെ നിന്നെല്ലാം കൂടെ ഒരുപാട് പൈസ. ഞാൻ ഒരു നിവൃത്തിയില്ലായിരിക്കും നമ്മുടെ അടുത്ത് പൈസ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ബ്ലഡ് ചെക്ക് ചെയ്യണം 550 രൂപ, ഒരു മൂത്രം ചെക്ക് ചെയ്യണം 1100, കൾച്ചർ ചെയ്യണമെന്ന് പറഞ്ഞാൽ 2500. ഇതൊക്കെ പറഞ്ഞാൽ എവിടെ പോകും? ഒരു അമ്മയാണ്, അമ്മേനെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറ്റുന്ന രീതിയിൽ സഹായിക്കും. ഞാനൊരു ജോലിക്കും പോകണില്ല, എന്നെ കൊണ്ട് പറ്റണില്ല, വലിയ ജോലിക്കൊന്നും പോകാൻ വയ്യ. ഞാൻ ഗൾഫിൽ നിൽക്കുന്ന ആളിൻ്റെ പേരെന്താണ്? നജീബ്. നജീബ് എവിടെയാണ് ജോലി ചെയ്യുന്നത്? അബുദാബിയിൽ. നജീബ് അബുദാബിയിലാണ് ജോലി. അബുദാബിയിൽ നിന്ന് നജീബ് ഇതുവരെ പൈസ ഒന്നും ഇപ്പോഴൊന്നും അടച്ചിട്ടില്ലേ? അയച്ചിരുന്നില്ല. ആ, അവിടെ ജോലിയുടെ കുറവ് വല്ലതും ഉണ്ടോ, അതോ പുള്ളിക്ക് എന്താണ്? കുറവൊന്നുമില്ല, അവൻ ജോലിയാണ്. പിന്നെ എന്തോ വണ്ടി ചെറുത് തട്ടിയെന്നൊക്കെ പറഞ്ഞാട്ട് അങ്ങനെ പൈസ ഒക്കെ അമ്മയെ പിടിച്ചോണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പൈസ എന്നാണ് അവൻ്റെ വൈഫ് പറഞ്ഞത്. എന്നാലും അമ്മ ഇങ്ങനെ റോഡിൽ അലഞ്ഞു തിരിയുമ്പോഴും അതിൻ്റെതായ ഒരു ഇതുണ്ടാവില്ല. അതിനിപ്പോൾ കൊണ്ട് ബസ് സ്റ്റാൻഡിൽ കൊണ്ട് ഇരുത്തിക്കൊണ്ടിരിക്കും. ഞാൻ ബസ് സ്റ്റാൻഡിലാണ് കിടക്കുന്നത്. ആ, അപ്പോൾ അവരെ എൻ്റെ അടുത്തോട് വീടൊക്കെ നഷ്ടപ്പെട്ടിട്ട് എത്ര വർഷമായി? 7-8 വർഷമായി. 8 വർഷം കൊണ്ട് ഞാൻ വർഷം വരെ എങ്ങനെയായിരുന്നു അമ്മയും അന്തസ്സായിട്ട് തന്നെ ജീവിച്ചിരുന്നു. വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ചിട്ടുണ്ട്. വാടക വീടെടുത്ത് താമസിച്ചിരുന്ന, പിന്നെ വാടക കൊടുക്കാൻ പറ്റാതെ വേറെ രീതിയിൽ പിന്നെ ഇവർ ഏതെങ്കിലും ബന്ധുക്കളെ വീട്ടിൽ പോകും. ഞാൻ അവിടെ നിന്ന് ആരെയും അടുത്ത് പോകില്ല, ഒരു ബന്ധുക്കളടുത്ത് പോകില്ല. ഞാൻ എവിടെയെങ്കിലും ഇങ്ങനെ പോയി ജോലി ചെയ്ത് എല്ലാം കഴിച്ചിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലെ ബസ് സ്റ്റാൻഡിലൊക്കെ പോയി ടിക്കറ്റ് എടുത്ത് കിടക്കും. അല്ല ഞാനും ഒരു സ്വന്തമായിട്ട് എനിക്ക് വീടൊന്നുമില്ല. ഇപ്പോൾ ഇവർ എനിക്ക് ബസ് സ്റ്റാൻഡിൽ കൊണ്ട് ചുറ്റി കിടത്താക്കും. ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് മുജീബ്. ആ. എത്ര നാളുണ്ട് ഇവിടെ ഇതേപോലെ അമ്മയും കൊണ്ട്? 2 വർഷം കൊണ്ട് ഇവിടെ ഉണ്ട്. ഇവിടെ ഈ പാതിര ഫർണിച്ചറിൻ്റെ കൂടെ ജോലിക്ക് പോകും. അന്നൊക്കെ എനിക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു, അസുഖമൊന്നുമില്ലായിരുന്നു. ഇപ്പം ഇങ്ങനെ പെട്ടെന്നൊരു വീഴ്ച വന്ന് ഒരു 8-10 ICUലൊക്കെ ഉണ്ടാക്കി കിടന്ന് എനിക്കും സുഖമില്ലാതെ, ഹാർട്ടിന് സുഖമില്ലാതെ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. വലിയ ജോലിയൊന്നും ചെയ്യാൻ ആകില്ല. ഞാൻ ഇപ്പോൾ ഒരു ചെറിയ ലോട്ടറി കടയിൽ നിന്നിട്ട് അതിനുള്ള വരുമാനത്തിനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പെൻഷൻ ഇവിടെ കട്ടായപ്പോഴത്തേക്ക് ഞാൻ ഇന്നലെ പഞ്ചായത്തിൽ പോയിരുന്നു. അപ്പോൾ പറഞ്ഞ് മാസ്റ്ററിങ് ചെയ്യാത്തതുകൊണ്ടാണ് കട്ടായത്. എന്നിട്ട് സെക്രട്ടറിയെ കണ്ടിട്ട് ഞാൻ കാര്യം പറഞ്ഞു, ഇങ്ങനെ വീടിൻ്റെ കാര്യം തരാന്നിട്ട് മണ്ണ് വീടും. അപ്പോൾ അന്ന് ഒന്നും ആയിട്ടില്ല, ഫണ്ടൊന്നും സർക്കാർ അനുവദിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഈ സർക്കാർ രണ്ടാമത് കയറിയപ്പോൾ ആദ്യത്തെ വീണ്ടും ഒരു ഇത് ഉണ്ടായിരുന്നു. വീണ്ടും പുതിയ പിന്നെ ഒന്ന് എടുത്തിട്ട് അതിൽ അർഹതപ്പെട്ട ലിസ്റ്റിലുണ്ട്. വീണ്ടും 2.5 വർഷമായി, ഒന്നും ആയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇവിടെ ഈ സ്ഥലത്ത് ഇവർ ഇരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഇവരിയ്ക്കാൻ തുടങ്ങിയിട്ട് 1.5 വർഷമായി. 1.5 വർഷമായിട്ടും ഇവരിയ്ക്കുന്നതിന് എന്താണ് എന്നൊരു തീരുമാനം കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റും ഉണ്ടായിട്ടില്ല? കോർപ്പറേഷൻ വന്ന് കല്ലടി മുഖം ഇവിടെ വിളിച്ചു, അഗതി മന്ദിരത്തിലേക്ക് വിളിച്ചു. അവർക്ക് ചികിത്സ കൊടുക്കാം, കിടക്കാൻ നല്ല ബെഡ് കൊടുക്കാം, എല്ലാ സൗകര്യങ്ങളും കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പോകാൻ തയ്യാറല്ല, മകനെ വിട്ട് പോകാൻ തയ്യാറല്ല. അപ്പോൾ അമ്മയുടെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ഒരു വീട് വേണമെന്നുള്ളതാണ്. അതാണ് അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത്. മഴ പെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സജ്ജീകരണം ഉണ്ടാവണ്ടേ? അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഇപ്പം അവരെ മകൻ അസുഖം ബാധിച്ച ഒരാളാണ്. ഇപ്പം നടക്കുന്നത് നോക്കണ്ട, ഹാർട്ടിന് അസുഖമുള്ള ഒരാളാണ്. ഹാർട്ടിന് അസുഖമുള്ള ഒരാളാകുമ്പോഴത്തേക്ക് ഒരു അമ്മയുടെ മനസ്സ് ചിന്തിക്കണം. അത് തന്നെ നിങ്ങൾ മേഡവും ഞാനും ഒക്കെ ഓരോ കുടുംബം നോക്കുന്നവരാണ്. ഇപ്പം നമ്മളെ മക്കളെ കളഞ്ഞിട്ട് നമുക്ക് പെട്ടെന്നൊരു അനാഥാലയത്തിൽ പോകണമെന്ന് പറയുമ്പോൾ ആരും പോകില്ല. അല്ലെങ്കിൽ നമുക്ക് കുടുംബ ബന്ധങ്ങളെ വില അറിഞ്ഞിടാമെങ്കിൽ നമ്മൾ പോകും. ഇപ്പോൾ കുടുംബ ബന്ധങ്ങളെ വില മനസ്സിലാക്കിയ ഒരു അമ്മയോ ഒരു അച്ഛനോ ഒരിക്കലും ഒരു മകന് അല്ലെങ്കിൽ വയ്യാത്തൊരു മകന് ഉള്ള സ്ഥലത്ത് സംരക്ഷിക്കാനേ നോക്കുള്ളൂ. അവിടെ കളഞ്ഞിട്ട് പോകാൻ ആരും നോക്കത്തില്ല. അതിന് സർക്കാരും അതിനുള്ളൊരു നടപടി ഉണ്ടാവണമല്ലോ. ഇതേപോലെ തിരുവനന്തപുരത്തിനകത്ത് തന്നെ നമ്മളെ കോർപ്പറേഷൻ പരിധിക്ക് താഴ്ത്തി തന്നെ എത്രയോ ജനങ്ങൾ വീടില്ലാത്തവരും ഇതേപോലെ അസുഖബാധിതരും ഉണ്ട്. അതേപോലെ തന്നെ ഈ ഹോസ്പിറ്റലിലെ കാര്യം പറഞ്ഞില്ല, എന്താണ് അങ്ങനെ പോയി ബ്ലഡ് എടുക്കണം. ഏത് ഹോസ്പിറ്റലിലാണ് നമ്മൾ പോയത്? ആശുപത്രിയിൽ, ജനറൽ ആശുപത്രിയിൽ ശനിയാഴ്ച ചെന്നപ്പോൾ ഉടനെ തന്നെ എനിക്ക് ട്രിപ്പും തന്ന് ഒരു ECG എടുത്ത് ഉടനെ ECGയിൽ എന്തെങ്കിലും കുഴപ്പം കാണുമ്പോൾ ഉടനെ പോയി ബ്ലഡ് എടുക്കണമെന്ന് പറഞ്ഞു. 1050 രൂപ. ഇവൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിലും ഇല്ല. ഞങ്ങളിഞ്ഞ് പോന്ന് ഇല്ലായിരുന്നു, എന്താ ചെയ്യുക?
പിന്നെ വേണമെന്ന് പറഞ്ഞ് വീണ്ടും ടെസ്റ്റ് ചെയ്ത് വരണമെന്ന് ഒരുപാട് പൈസ ചിലവുണ്ട്. മഞ്ഞക്കാർഡും കൂടെ ആക്കിയിരുന്നു. അല്ലെ സർക്കാർ എല്ലാം ഫ്രീ ആണ് അല്ലെ? ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ എല്ലാ ചികിത്സാ രീതിയും ഫ്രീ ആണെന്നാണ് പലപ്പോഴും പറയുന്നത്. അല്ല 50 രൂപ 1050 രൂപയാണ് ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ പൈസ ഇല്ലാത്തതുകൊണ്ട് അവൻ എന്നെ വിളിച്ചോണ്ട് ഇനി പോന്നു. ഇല്ല, ടെസ്റ്റ് ചെയ്തില്ല. ഇപ്പൊ 1100 രൂപ ചികിത്സയ്ക്ക്, അതായത് ബ്ലഡും മറ്റു കാര്യങ്ങളും നോക്കുന്നതിന് ഇല്ലാത്തത് കൊണ്ടാണ് ഈ അമ്മയെ ചികിത്സ നിഷേധിച്ച് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നത്. തന്നെ ഇതാണ് കേരളത്തിൻ്റെ ഇപ്പം നിലവിലുള്ള ഒരവസ്ഥ. നമ്മൾ ചിന്തിക്കേണ്ട സമയമായി. കേരളത്തിൻ്റെ നിലവിലുള്ളൊരവസ്ഥയാണിത്. ഇന്നലെ പോയിട്ട് ഞാൻ അവരെ കണ്ട് മണ്ണും വീട് 10 എന്തായെന്ന് കേട്ടപ്പോൾ അവർ ഒന്നും ആയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ച ആളാണ്, പോത്തൻകുട പഞ്ചായത്ത് ടി ആർ അനിൽകുമാർ. അതായത് നിങ്ങളെ കൂടെ പഠിച്ച പ്രസിഡൻ്റായിട്ട് പോലും നിങ്ങളെ അമ്മയ്ക്കൊരു വീട്, മണ്ണും വീടും പദ്ധതി ഉൾപ്പെടുത്തിയൊരു വീട് നൽകിയിട്ടില്ല എന്നാണോ? നല്ല അവർക്ക് ഉണ്ടെങ്കിൽ സാധിച്ചു തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ കൂടെ പഠിച്ചാണെങ്കിലും വേറൊരു ഇതിലല്ല ഞാൻ പറയുന്നത്. 1 മുതൽ 10ാം ക്ലാസ് വരെ ഞാൻ ഒരുമിച്ചാണ് പഠിച്ചത്. ഇപ്പോൾ പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പം ഞാൻ ചെന്ന് കാര്യമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും വരേണ്ടത് നമുക്ക് സാധിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അനിൽകുമാർ അവൻ്റെ അടുത്ത് നിന്ന് ഞാൻ 2 ആഴ്ചയ്ക്ക് മുമ്പേ കേട്ട മക്കളെ വീട് ശരിയായ അത് ഉടനെ ആവുമ്പോൾ ഇതുവരെ ഉടനെ ആവും എന്നിട്ട് ഇതുവരെ ശരിയായില്ല. എത്രയോ വർഷമായി മക്കളെ അതെല്ലാം മാറ്റി മറിച്ചമ്മ. ഇനി വന്നാൽ ഉടനെ അമ്മയ്ക്ക് തന്നെ ആദ്യത്തെ പേര്, നിങ്ങളെ പേര് തന്നെ നിങ്ങൾക്ക് ഉടനെ കിട്ടും എന്ന് പറഞ്ഞല്ലാതെ എന്നും പോയി കണ്ണീര് തിരിച്ച് തന്നെ പറഞ്ഞ മക്കളെ സത്യമായിട്ട് പറഞ്ഞു ഇതുവരെ കിട്ടിയില്ല. അതേപോലെ ഈ ഇവിടെ വന്നൊരു ലേഡി അവർ പറഞ്ഞു നിങ്ങൾ അനാഥാലയത്തിൽ കൊണ്ടുപോകാനായിട്ട് സംസാരിച്ചു, വന്നില്ല എന്ന് പറഞ്ഞു. എങ്ങനെ അനാഥാലയത്തിൽ എൻ്റെ വയ്യാത്ത ചെറുക്കനായിട്ട് എനിക്ക് പോകുമ്പോൾ അവിടെ ചെന്ന സമാധാനമില്ല. അവിടെ ചെല്ലുമ്പോൾ അപ്പോഴത്തെ തന്നെ അറ്റാക്കൊന്ന് ഞാൻ തീരും. അതുകൊണ്ടാണ് ഞാൻ വരണില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭീമാളിൽ പോയി കിടക്കുന്ന മക്കളെ. എങ്ങനെ ഒരു വീട് ശരി അവർ പറഞ്ഞ പഞ്ചായത്ത് എന്ന് പറഞ്ഞെന്താണെന്നറിയാം, 3 സെൻറ്റ് വെച്ചെന്നാൽ നിങ്ങൾക്ക് വീട് ഉടനെ വെച്ച് താക്കോൽ തരാം. 3 സെൻറ്റ് വാങ്ങിക്കാൻ ഒത്തക്ക് എന്നേ വാങ്ങിച്ചാൽ മക്കളെ. ഒരു പൈസ ഇല്ലാത്ത നമ്മൾ 3 സെൻറ്റ് എങ്ങനെ വാങ്ങിക്കും? പണക്കാരെടുത്ത് അത്രയും പോയി കൈനീട്ടി പറഞ്ഞ് കൈനീട്ടി ആരും നമുക്ക് തരാൻ തയ്യാറായില്ല. ഈ കാണുന്ന ജനപ്രതിനിധികളും ഭരണസംഹിതയും മറ്റ് ജനങ്ങളും ആരെന്ന് വെച്ചാൽ ഈ അമ്മയെ സഹായിച്ച് അവർക്ക് കിടക്കുന്നതിനുള്ളൊരു മാർഗം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് PMTV ന്യൂസിൻ്റെയും ഒരു അപേക്ഷ. തമിഴ്നാടിന്റെ തനത് ബിരിയാണി രുചി ഇനി തിരുവനന്തപുരത്തും. റോയൽ ചെന്നൈ ബിരിയാണി വെറും 99 രൂപയ്ക്ക് അൺലിമിറ്റഡ് ബിരിയാണി റൈസ്. മതിവരുവോളം മനസ്സും വയറും നിറയ്ക്കുവാൻ രാജകീയമായൊരു റോയൽ ബിരിയാണി. ഗവൺമെന്റ് ലോ കോളേജിന് സമീപം കോർട്ടിയൽ എസ്റ്റേറ്റ് ഫ്ളാറ്റിന് എതിർവശം, തിരുവനന്തപുരം. ഫോൺ 85 90 40 77 31.